ഓക്കെ, വെൽക്കം ബാക്ക് ബ്രാസ് ടൈം മൈ ചാനൽ. ഞാൻ നിൽക്കുന്നത് കണ്ടല്ലോ, തേക്കടി കവലയാണ്, തേക്കടി കവല. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്. ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു 50ഓളം നോൺ വെജ് ഡിഷ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, ജ്യോതിഷ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി പോണ വഴിയിലുള്ള കാഴ്ചകളായിരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ, ഇത് ഒരു നല്ലൊരു എയർപിന്നാണ്. ഇവിടെ വലിയ വലിയ വണ്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി കയറുമ്പോൾ നമ്മൾ സാറിന് കയറുന്നതിന്റെ ഓപ്പോസിറ്റ് കയറണം. ഇവിടെ കുഴപ്പമില്ല, നമുക്ക് സ്ഥലമുണ്ട്. അവരിങ്ങനെ വന്ന് കയറുമ്പോൾ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് കയറണം. അല്ലെങ്കിൽ അവർ കൊണ്ട് ഇവിടെ അങ്ങനെയാണ്, ഈ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് കൂടുതലും വണ്ടികൾ പോണത്. ആ കുരങ്ങന്മാര് വെളിയിറങ്ങിയ പോക്കാണ്. രാവിലെ 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ല, താഴെ കാണുന്നുണ്ടോ? താഴെ കാണുന്നത് കമ്പം തേനി, അതല്ല കമ്പമാണ് കാണുന്നത്. അത് താഴെ കാണുന്നത്. ഇത് വന്നിട്ട് ജോൺ പെനിക്കുക്ക് എന്ന സായിപ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച അതിൻ്റെ ആളാണ് മെയിൻ. പുള്ളിയുടെ സ്മാരകമാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ വലിയ മലയുടെ താഴെയാണ് ഇതിൻ്റെ സ്മാരകം. കാരണം പല തമിഴ്നാട്ടിൽ, കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും മിക്ക ഇതുവഴി പോകണ പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ കയറി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും, അറിയാൻ വേണ്ടി. കുമിളിയിൽ നിന്ന് താഴെ ഇറങ്ങി നമ്മൾ അവിടെ, അതായത് നമ്മൾ ചെക്ക് പോസ്റ്റും താണ്ടി എയർപിൻ്റെ ഒക്കെ ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ സായിപ്പിൻ്റെ സ്മാരകം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് വന്ന് 1841 കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് ഇത് സ്ഥാപിച്ചല്ലേ. ചേട്ടാ, ഇത് മറ്റേ രാജ ജനിച്ചോളം ഇവിടാണ്. അത് ഇപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്? അല്ല, ഇപ്പൊ അവരില്ല. ശരി. ആ മലയുടെ അപ്പുറത്ത് കേരളം അല്ലേ? മലയുടെ ഇപ്പുറത്ത് തമിഴ്നാട്. ശരി ശരി ശരി. അവരെ മെയിൻ ഇവിടെയാണ് ജനിച്ചത്. ശരി ശരി. ഓക്കെ, ഇളയരാജ. ഓക്കെ, താങ്ക് യു. ഓക്കെ, പോവാം. ഈ പുളിയല്ലേ ഇത്? ഇവിടെ എന്തൊക്കെ ഉണ്ട് ചേച്ചി? ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണല്ലേ? പിന്നെ ജ്യൂസ് അല്ലേ? അത് ജ്യൂസാ? മുന്തിരി ജ്യൂസാ? വൈൻ. ഈ റോഡ് എങ്ങോട്ട് പോടെയാണ്? കമ്പം തേനി. ശരി. ഇവിടെ ഒരു മുന്തിരി തോട്ടമുണ്ട്, നമുക്ക് അങ്ങോട്ട് നോക്കാം. അവരവിടെ ഇറങ്ങാൻ പറ്റുമെന്നോ അറിഞ്ഞൂടാ. ഇതെന്ത് കൃഷി എന്ന് എനിക്ക് അറിയില്ല. ജസ്റ്റ് നോക്കി ഇത് അറിയില്ല. പക്ഷെ ചീരന്തമാണ്. അവിടെ മുന്തിരി തോട്ടമാണ്. ആ കാണുന്ന എല്ലാം മുന്തിരി തോട്ടമാണ്. അവിടെ പക്ഷെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് കാറ്റാടിയുടെ കരയാണ്. അവിടെ പോയി മുന്തിരി എല്ലാം അങ്ങനെ കൊളിച്ച് നിൽപ്പുണ്ട്. പക്ഷെ അവിടെ പോയി എടുക്കാൻ പറ്റുന്ന നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് നോക്കാം.
നമുക്ക് എന്തായിരുന്നാലും ഇവിടെ ഒരു തോട്ടം കണ്ട് പയറൊന്ന് വിളവെടുക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് പോവാം. പയറാണ്, പയർ കണ്ടോ? അവരവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സാധനമൊക്കെ നമ്മളെ കേരളത്തിൽ വരുന്ന സാധനമാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ വരുന്ന സാധനം ഈ പയറാണ്. ഇവിടുന്ന് കൃഷി ചെയ്യുന്ന സാധനമാണ് കേരളത്തിലോട്ട് വരുന്നത്. ഭയങ്കരമായ വെയിലാണ്. ഈ വെയിലത്ത് നമ്മളാരും വെളിയിറങ്ങി നിൽക്കില്ല. അതാണ്ട അവര് പണിയണണ്ട. ഇവിടെ നിന്ന് കൃഷി ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ട് തരുന്നത്. നമുക്ക് എന്തായിരുന്നാലും മുന്തിരിത്തോപ്പിൽ കയറാൻ പറ്റില്ല. ആ മുന്തിരിത്തോപ്പ് നമ്മൾ പോയിരുന്നു അവിടെ കയറാൻ വേണ്ടി. പക്ഷെ അവർ പറഞ്ഞ അവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു 4 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. 4 കിലോമീറ്റർ പോയാൽ അടുത്ത മുന്തിരിത്തോപ്പിൽ കയറാം. അങ്ങോട്ട് പോയി വേണം നമ്മൾ. അപ്പൊ അവിടെ നോക്കാം. ഓക്കെ. എന്താ അപ്പുറ സൈഡൊക്കെ നല്ല പാടങ്ങളാണ്. പാടങ്ങളും പിന്നെ നമ്മ തെങ്ങും. കൃഷിക്കാരാണ്. രാവിലെ തന്നെ അവർ കൃഷിക്കാരിറങ്ങി കൃഷി ചെയ്യും. നമ്മുടെ നാട്ടിലാണ് ഈ സമയത്ത് കിടന്ന് ഉറങ്ങും. 8:30 മണി 9 മണി ആയിരിക്കും ചായ ഉള്ളൂ. വണ്ടി ഓടിച്ചു പറഞ്ഞ വഴിയിൽ ഒരു ചെറിയ ജമന്തി തോട്ടം കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഇറങ്ങിയത്. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലം. മലയും പിന്നെ കൃഷിപ്പാടങ്ങളും. ജമന്തി മുന്തിരിയാണ് ഇവിടെ കൂടുതലുള്ളത്. ആ ചെറിയൊരു തോട്ടത്തിൽ നമുക്ക് ഇറങ്ങാൻ സമയം. ചെറിയ തോട്ടമാണ് അത് കണ്ടാ. ജമന്തി പൂ അപ്പുറത്തെ മുന്തിരി തോപ്പാണ്. ചെറിയൊരു മുന്തിരി തോട്ടമാണ് അപ്പുറത്ത്. അതിൽ പക്ഷെ മുന്തിരിയൊന്നുമില്ല. ഇത് നോക്ക് കണ്ടാ. നല്ല രസമാണ് ജമന്തി. ചെറിയൊരു തോട്ടമാണ്. വളരെ ചെറിയൊരു തോട്ടമാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗി. നമ്മളങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് ജസ്റ്റ് വണ്ടി എടുത്ത് ഇറങ്ങിയാണ്. ഇപ്പോഴേ ഒരു തോട്ടം കണ്ടു. ഇവര് കൃഷി എല്ലാം ഉണ്ട്. വാഴ, തക്കാളി, പിന്നെ അവരെ മറ്റേ മാടുകൾ, ആടുകൾ. ജസ്റ്റ് ഒന്ന് അവരെ ചോദിച്ചു നോക്കാം. എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതുകൂടെ എടുക്കാം. ഓക്കെ. ഇതൊരു തക്കാളി തോട്ടമാണ്. നിറയെ തക്കാളി, ഫുള്ള് നിറയെ തക്കാളികൾ, ഫുള്ള് നിറയെ തക്കാളിയാണ്. പിന്നെ എല്ലാ കൃഷിയും ഇവരെ ഇതിൻ്റെ ഇടയിലുണ്ട്. ഇവരറിയാമല്ലോ. അവർ തക്കാളി മാത്രമല്ല വാഴ അതിൻ്റെ ഇടയിൽ നട്ടിട്ടുണ്ട്. അത് കുറച്ച് ജസ്റ്റ് കൃഷി കോളിഫ്ലവർ ചെയ്തിട്ടുണ്ട്. തക്കാളി അവർ പറിക്കുന്ന തട്ടാണ്. എന്താ കിലോ കണക്കിന്. ഇതാ എന്താ സൂപ്പർ തക്കാളികൾ. എന്താ ഇതാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. നമ്മളെ കേരളത്തിൽ വരുന്ന തക്കാളി ഇതാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ തക്കാളിയാണ് നമ്മൾ കഴിക്കുന്നത്. കണ്ടല്ലോ. ഇതാ അതുകൊണ്ട് കുട്ടയിൽ ശേഖരിക്കുകയാണ് ഇതിനാ. കണ്ടോ ഇത് കണ്ടോ. ഇതെല്ലാം പച്ച തക്കാളികൾ കണ്ടോ. ഇത് പച്ചത്തക്കാളി ഫുള്ള് പച്ചത്തക്കാളിയാണ്. ഇത് പഴുത്തത്. അവരിനി അതിനെ മാറ്റി തിരിച്ചും മരച്ചൊക്കെ എടുക്കും. ചെറിയ വീടുകളാണ്. പിന്നെ അവർ തന്നെ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ ഈ മലയുടെ തൊട്ടപ്പുറത്ത് നമ്മളെ കേരളമാണ്. ഈ മലയുടെ തൊട്ടിപ്പുറത്ത് തമിഴ്നാടുമാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി അടുത്ത വേറെ തോട്ടത്തിലോട്ട് പോവാം.